ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നു. ഈ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറഞ്ഞ ഡി മണി എന്ന് പറയുന്ന ചെന്നൈയിലെ വ്യവസായിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്നറിയപ്പെടുന്നത്. ഇയാളെ ഇന്നലെ ചെന്നൈയിൽ SIT ചോദ്യം ചെയ്തു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് ഹാപ്പി ക്രിസ്മസ്. ഒപ്പം ഡി മണിയെ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? ബാലമുരുകൻ എന്ന ഡിണ്ടിഗൽ സ്വദേശിയാണ് ഇയാളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന് ഇയാളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ എന്താണ് ഷീജ? ഗുഡ് മോർണിംഗ് മനു, ഹാപ്പി ക്രിസ്മസ്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഡി മണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡിനെ അടക്കം രൂപീകരിച്ചാണ് ചെന്നൈയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഡി മണി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകൻ എന്നുള്ള വ്യക്തിയാണ് ഈ ഡി മണി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഏതായാലും ഡി മണിയെ ഇന്നലെ തന്നെ SIT ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നുള്ളതാണ് SITയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ആ മൊഴിയിൽ അയാൾ പറയുന്നത് ഡി മണി പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായും ഈ ഒരു ചോദ്യം ചെയ്യൽ നിലവിൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഡി മണി ചില കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അതായത് താൻ വജ്ര വ്യാപാരിയാണ് എന്നുള്ള കാര്യം ഡി മണി SITയോട് സമ്മതിച്ചിട്ടുണ്ട്. അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് നിലവിൽ SITയോട് ഇക്കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നത്. ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകൻ എന്ന വ്യക്തി ഡയമണ്ട് മണി എന്നതിന്റെ ചുരുക്കപ്പേരാണോ ഡി മണി എന്നത്? തീർച്ചയായും. അതായത് ഈ വജ്ര വ്യാപാരത്തിലേക്ക് കടന്നതിന് ശേഷമാണ് ഈ ഡി മണി എന്നുള്ള, അതായത് ഡയമണ്ട് മണി എന്നുള്ളൊരു പേര് ഈ ഡി മണിക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ താൻ ഡി മണി ആയത് വജ്ര വ്യാപാരത്തിൽ ഇടനില നിന്നുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇപ്പോൾ SITക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ ഡി മണി സമ്മതിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കുന്നതായിരിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ ഡി മണിയെ ഇനിയിപ്പോൾ. പ്രധാനപ്പെട്ട കാര്യം, ഈ ഡി മണി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ഈ പങ്കജ് ഭണ്ഡാരി, ഇവരൊക്കെയായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉള്ളതായിട്ട് SITക്ക് ബോധ്യമായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? നിലവിൽ ഏതായാലും മൊഴിയിൽ, അതായത് ഈ വിദേശ വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്നത് ഡി മണിക്ക് സ്മാർട്ട് ക്രിയേഷൻസ്, ചെന്നൈയിലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യൽ നടക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഡി മണിയെ കസ്റ്റഡിയിലെടുത്ത് ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലുള്ള വിവരങ്ങൾ നമ്മൾ അപ്പോൾ നൽകുന്നതായിരിക്കും. നിലവിൽ ഏതായാലും ഈ വജ്ര വ്യാപാരിയാണ് താൻ എന്നുള്ള കാര്യം ഡി മണി സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഡി മണി ബാലമുരുകൻ എന്നുള്ള വ്യക്തി ഡി മണി ആയത് എന്നുള്ള കാര്യവും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ള പ്രാഥമിക മൊഴിയിൽ പറയുന്നുണ്ട് ഈ വ്യക്തി. ഏതായാലും ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. ചെന്നൈയിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മനു.